ഗുജറാത്തിന്റെ സംസ്ഥാന മൃഗമാണ് ഏഷ്യൻ സിംഹം. ഏഷ്യൻ സിംഹത്തെ പേർഷ്യൻ സിംഹം അല്ലെങ്കിൽ ഇന്ത്യൻ സിംഹം എന്ന് വിളിക്കുന്നു. രാജ്യത്ത് സർവ്വസാധാരണമായിരുന്ന ഏഷ്യൻ സിംഹങ്ങൾ ഇപ്പോൾ ഗുജറാത്തിൽ മാത്രമായി ചുരുങ്ങി. ഗുജറാത്തിലെ ഗീർ വന്യജീവി സങ്കേതത്തിലാണ് നിലവിലേറിയ പങ്ക് ഏഷ്യാറ്റിക് സിംഹങ്ങളുള്ളത്. 1965 ഗീർ വനം ഇവയുടെ സങ്കേതമായി പ്രഖ്യാപിച്ചത്. മാംസഭോജികളാണിവ. പെൺസിംഹങ്ങളാണ് വേട്ടയിൽ സജീവം. പെൺസിംഹങ്ങൾ വേട്ടയാടി കൊണ്ടുവരുന്ന മാംസത്തിന്റെ ആദ്യ പങ്ക് ആൺസിംഹങ്ങളുടെ അവകാശമാണ്. കുളമ്പ് വർഗത്തിൽപ്പെട്ട ഇരകളെയാണ് പെൺസിംഹങ്ങൾ കീഴടക്കുന്നത്. പെൺസിംഹങ്ങൾ കൂട്ടം ചേർന്ന് ഇരജന്തുവിനെ പിടിക്കുമ്പോൾ കുട്ടികളെ സംരക്ഷിച്ച് ആൺസിംഹങ്ങൾ മാറി നിൽക്കുന്നു. പകൽ മേയ്ച്ചൽ കഴിഞ്ഞ് പോകുന്നതും രാവിലെ മേയാൻ ഇറങ്ങുന്നതുമായ കന്നുകാലികളെയാണ് ഇവർ ആക്രമിക്കുന്നത്. ആൺസിംഹങ്ങൾ ദിവസത്തിൽ 20 മണിക്കൂർ വരെ വിശ്രമിക്കും. പകൽ മരത്തണലിൽ ഉറക്കവും വിശ്രമവും കഴിഞ്ഞ് സന്ധ്യയോടെ വേട്ടയ്ക്കിറങ്ങുന്നു. 5 കിലോഗ്രാമോളം മാംസം ഒരു ദിവസം കഴിക്കുന്നു. 30 കിലോഗ്രാം വരെ കൂട്ടമായി ഒരുമിച്ച് കഴിക്കാൻ കഴിയും. ഏഷ്യൻ സിംഹങ്ങൾ ആഫ്രിക്കൻ സിംഹങ്ങളെ അപേക്ഷിച്ച് ചെറുതാണ്. ആൺസിംഹങ്ങൾക്ക് ഏകദേശം 160 മുതൽ 190 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺസിംഹങ്ങൾക്ക് ഏകദേശം 120 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ആൺസിംഹത്തിന്റെ മുഖ്യ പ്രത്യേകത സടയാണ്. ഏഷ്യൻ ഇനത്തിന്റെ സടയുടെ രോമസമൃദ്ധി കുറവാണ്. ഇവയുടെ ശരീര നിറം മഞ്ഞ തവിട്ട് മുതൽ ഇളം വൈക്കോൽ നിറമാണ്. വിളറി വെളുത്ത പള്ളവശവുമുണ്ട്. ഏഷ്യാറ്റിക് സിംഹത്തിന്റെ വയറിന് മുകളിലുള്ള നീളത്തിലുള്ള ചർമ്മ മടക്ക് ഇതിന്റെ പ്രത്യേകതയാണ്. 3-4 വയസ്സുള്ള ആൺസിംഹങ്ങളുടെ കഴുത്തിലും തോളിലും നേർത്ത മേനിയുണ്ട്. ഏഷ്യൻ പെൺസിംഹങ്ങൾക്ക് വാലിന്റെ അറ്റത്ത് ഒരു കൂട്ടം രോമങ്ങൾ ഉണ്ടാകും. എന്നാൽ ആൺസിംഹങ്ങൾക്ക് ഈ കൂട്ടില്ല. ഏഷ്യൻ സിംഹത്തിന്റെ വാലിന്റെ നീളം 0.6 മുതൽ 1.1 മീറ്റർ വരെയാണ്. ആഫ്രിക്കൻ സിംഹങ്ങളുടെ നഖങ്ങളെ അപേക്ഷിച്ച് ഏഷ്യൻ സിംഹങ്ങളുടെ നഖങ്ങൾ ചെറുതും മൂർച്ചയുള്ളതുമാണ്. വളരെ സെൻസിറ്റീവായ മീശകളുണ്ട് ഇവയ്ക്ക്. ഇരുട്ടിൽ ഇരകളുടെ ചലനങ്ങൾ തിരിച്ചറിയാൻ അവ ഈ മീശകൾ ഉപയോഗിക്കുന്നു. 1 വയസ്സുള്ളപ്പോൾ കുട്ടി സിംഹങ്ങൾ ഗർജിക്കാൻ തുടങ്ങും. ഓരോ സിംഹക്കൂട്ടവും സൂക്ഷിക്കുന്ന കൈവശ ഭൂമിയുടെ അതിർത്തി ലംഘിക്കുന്നവരെ തുരത്താനാണ് ഗർജനം. 8 കിലോമീറ്റർ ദൂരം വരെ എത്തുന്നു ഇവയുടെ ഗർജനം. രാത്രിയിൽ ഇവയ്ക്ക് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയുമുണ്ട്. ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി ഇതിനെ ബഹുമാനിക്കുന്നു. 12 വർഷമാണ് ഇവയുടെ ആയുസ്സും. സിംഹങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റ്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2018 ഇത് ആരംഭിച്ചത്. വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നാശം, മേയാൻ പോകുന്ന മൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റി നിർത്തൽ, കർഷകർ ഉപയോഗിക്കുന്ന വൈദ്യുതീകരിച്ച വേലികളും കാരണം ഏഷ്യൻ സിംഹങ്ങൾ അപകടത്തിലാണ്.